പാലക്കാട് 4 കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു. ക്രിസ്മസ് ദിനത്തിലും സംഘർഷമൊഴിയാതെ മാനവീയം വിധി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു. 4 പ്രവർത്തകർക്കാണ് വെട്ടേറ്റത്. തിങ്കളാഴ്ച രാവിലെ 10:30യോടെയാണ് സംഘം പ്രവർത്തകരെ ആക്രമിച്ചത്. വിനീഷ്, റെനിൽ, അമൽ, സുജിത് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇവരിൽ വിനീഷ്, റെനിൽ എന്നിവർ മുൻ പഞ്ചായത്ത് അംഗങ്ങളാണ്. 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ബ്ലേഡ് മാഫിയയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണാടി സ്വദേശിയാണ് സംഘത്തിൽ നിന്നും പണം പലിശക്കെടുത്ത യുവാവ്. ഇയാൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ്. മാത്തൂർ സ്വദേശികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. കേരള തീരത്ത് കടലാക്രമണത്തിനും തെക്കൻ കേരളത്തിൽ മഴയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. വയനാട് ബത്തേരി സിസിയിൽ പശുക്കിടാവിനെ പിടിച്ച തൊഴുത്തിൽ കടുവ വീണ്ടും എത്തി. തിന്നുപോയതിന്റെ ബാക്കിയെടുക്കാനാണ് കടുവ എത്തിയതെന്നാണ് നിഗമനം. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഞാറക്കാട് സുരേന്ദ്രന്റെ വീട്ടിലെ തൊഴുത്തിൽ കയറി പശുക്കിടാവിനെ കടുവ കടിച്ചു കൊന്നത്. തുടർന്ന് കാൽപ്പാടുകൾ പരിശോധിച്ച അധികൃതർ കടുവയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഇത്തവണയും ബെവ്കോയിൽ മദ്യം വിറ്റ തുകയിൽ വൻ വർധന. 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി ലഭിച്ചത് 154.77 കോടി രൂപ. ക്രിസ്മസ് തലേന്ന് മാത്രം ലഭിച്ചത് 70.73 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് മദ്യവിൽപ്പനയിലൂടെ ലഭിച്ചത് 69.55 കോടി രൂപയാണ്. ക്രിസ്മസിന് മുൻപ് തന്നെ 84.4 കോടി രൂപ ലഭിച്ചിരുന്നു. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വീണ്ടും സംഘർഷം. ക്രിസ്മസ് ആഘോഷിക്കാനെത്തിയ യുവാക്കളിൽ ചിലർ വാഹനം തടഞ്ഞതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റു. സംഭവത്തിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് തെരുവുനായുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം പുളിക്കലിലാണ് സംഭവം. ആലങ്കൽ, മുന്നേറിനൂർ കോളനി, ചാമപ്പുറം എന്നിവിടങ്ങളിലാണ് തെരുവുനായുടെ കടിയേറ്റ് ആളുകൾക്ക് പരിക്കേറ്റത്. കടിയേറ്റവരെ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിൽ കുടുംബ വഴക്കിനിടെ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വാഴക്കുളം ചെമ്പറക്കി 4 സെന്റ് കോളനി പാറക്കാട്ട് മോളം വീട്ടിൽ അനുമോളെയാണ് ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഏഴിപ്രം കൈപ്പൂരിക്കര മുല്ലപ്പള്ളിത്തടം വീട്ടിൽ രജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെയാണ് അനുമോളെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച ശേഷം കഴുത്തിൽ വെട്ടിയത്. നിലയ്ക്കലിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. ശബരിമല ദർശനം കഴിഞ്ഞ തീർത്ഥാടകരുമായി നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി വന്ന മിനി ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 13 തീർത്ഥാടകർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 4:30യോടെയായിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ 128 കോവിഡ് കേസും 1 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്താകെ 334 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 100-ന് മുകളിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പുതിയ 128 കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. ക്രിസ്മസ് ദിനത്തിലും ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഞായർ രാത്രിയിൽ ഗാസയിലെ അൽ മഗാസി അഭയാർത്ഥി ക്യാമ്പിന് നേർക്കുണ്ടായ വ്യോമാക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ജനീകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.